ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2025 വാർഷിക പരീക്ഷ 6ാം ക്ലാസ്സിന് താരീഖുൽ ഇസ്ലാം കഴിഞ്ഞതിൻ്റെ ആൻസർ കീയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ വായിച്ച് ഉത്തരങ്ങൾ മനസ്സിലാക്കാം. കോളത്തിൽ ശരിയിടപ്പെടുത്താൻ ദാവൂദ് അലൈഹിസ്സലാം വഫാത്തായ സ്ഥലം ബൈത്തുൽ മുഖദ്ദസ്. അടുത്തത് ഇസ്ഹാഖ് അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽ ജനിച്ച ആര്? അയ്യൂബ് അലൈഹിസ്സലാം. ഇല്യാസ് അലൈഹിസ്സലാമിനെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ട നാട് ഏതാണെന്നാണ്? ബൈലബക്ക്. വഫാത്താകുമ്പോൾ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ വയസ്സ് എത്രയായിരുന്നു? 53. അടുത്തത് ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ ഭരണകാലം 40 വർഷം. ഇല്യാസ് അലൈഹിസ്സലാം വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ച പ്രതിനിധി ആരായിരുന്നു? അല്യസർ അലൈഹിസ്സലാം. ചേരുംപടി ചേർക്കാൻ മറിയം ബീവിയുടെ പിതാവ് ആരാണ് എന്നാണ്? ഇമ്രാനാണ്. ഇസ്രായേലരുടെ രാജാവ് തോലൂത്ത്. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പുത്രൻ മദിയൻ. അടുത്തത് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരൻ ബിന്യാമീൻ. അമാലിക്ക രാജാവ് ജാലൂത്ത്. അപ്പോൾ അതിൻ്റെയൊക്കെ ലെറ്റർ എഴുതുക. അടുത്തത് എന്താണ്? പൂരിപ്പിക്കാൻ. താബൂത്ത് അധീനപ്പെടുത്തിയത് മുതൽ ഡേഷ് സമൂഹത്തിൽ രോഗങ്ങളും ആപത്തുകളും വർദ്ധിച്ചു. അമാലിക്കക്ക്. അടുത്തത് നാടുവിട്ട മൂസ നബി അലൈഹിസ്സലാം മദിയനിൽ ഷുഐബ് അലൈഹിസ്സലാമിൻ്റെ വീട്ടിലാണ് എത്തിപ്പെട്ടത്. അവിടെ മൂസ അലൈഹിസ്സലാം എന്നത് എഴുതി കൊടുക്കാം. അടുത്തത് ഈസാ അലൈഹിസ്സലാമിനെ വഞ്ചകനായ ഡേഷ് എന്ന ശിഷ്യൻ ഒറ്റിക്കൊടുത്ത ആരായിരുന്നു? യഹൂദ. അടുത്തത് അയ്യൂബ് നബി അലൈഹിസ്സലാം എത്ര വർഷം പരീക്ഷണം നേരിട്ടു എന്നതാണ്? 13 വർഷം. അടുത്ത യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കുപ്പായം യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ കാഴ്ച തെളിഞ്ഞു. എപ്പോഴാണ്? അത് കുപ്പായം മുഖത്തിട്ടപ്പോഴാണ്. അടുത്തത് മൂസ അലൈഹിസ്സലാം ഡേഷ് വയസ്സ് വരെ ഫിറൗൻ്റെ കൊട്ടാരത്തിൽ വളർന്നു. 30 വയസ്സ് വരെ ഫിറൗൻ്റെ കൊട്ടാരത്തിൽ വളർന്നിട്ടുണ്ട്. അടുത്ത ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. ബിൽക്കീസ് രാജ്ഞിയുടെ നാട് സബ ആണ്. യമനിലെ സബയിലാണ്. അടുത്തത് സബൂർ എന്ന വേദഗ്രന്ഥം നൽകപ്പെട്ട നബി ആരെന്ന്? സബൂർ ദാവൂദ് നബി അലൈഹിസ്സലാമിനാണ്. അടുത്തത് ഭരണമേൽക്കുമ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ വയസ്സ് 13 വയസ്സായിരുന്നു. ബനു ഇസ്രായേലിലെ അവസാനത്തെ നബി ഈസാ നബി അലൈഹിസ്സലാം. മൂസ അലൈഹിസ്സലാം എത്ര വർഷം പ്രബോധനം നടത്തി? 30 വർഷം പ്രബോധനം നടത്തിയിട്ടുണ്ട്. നീനവ നാട്ടിലേക്ക് നിയുക്തനായ പ്രവാചകനാണ് യൂനുസ് നബി അലൈഹിസ്സലാം. അടുത്ത ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതണം. മൂസ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രവചിച്ചത് എന്താണ് എന്നാണ്? എൻ്റെ സന്താനങ്ങളിൽ പെട്ട ഒരാൾ മുഖേനയാണ് ഈജിപ്ത് രാജാവിൻ്റെ നാശം എന്ന്. ഇത് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രവചിച്ചതാണ്. അടുത്ത ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ഭരണപ്രദേശം ഏതായിരുന്നു? ഐക്കത്ത് മുതൽ യൂഫ്രട്ടീസ് നദി വരെയാണ്. അടുത്തത് നീ ദുഃഖിക്കരുത്. സന്ദർഭം വിവരിക്കണം. എന്താണ്? ഒരു പുരുഷനും സ്പർശിക്കാത്ത എനിക്ക് ഒരു കുഞ്ഞ് പിറന്നിരിക്കുന്നു. മറിയം ബീവി റളിയല്ലാഹു അൻഹ ജനങ്ങളുടെ ആക്ഷേപം ഭയന്നു. അപ്പോൾ അള്ളാഹു പറഞ്ഞതാണ് നീ ദുഃഖിക്കരുത് എന്ന്. അടുത്തത് കളിക്കാൻ ക്ഷണിച്ച കുട്ടികളോട് യഹ്യ അലൈഹിസ്സലാം പറഞ്ഞത് എന്താ പറഞ്ഞത്? കളിക്കാനല്ല നാം സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സ്വപ്നം പുലർന്നത് എങ്ങനെയാണ്? കുടുംബസമേതം യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തെത്തി മാതാപിതാക്കളും 11 സഹോദരങ്ങളും അദ്ദേഹത്തെ കുനിഞ്ഞു വണങ്ങി. അല്ലാഹു തആല ബനു ഇസ്രായേലിനെ ശിക്ഷിക്കാൻ കാരണം എന്ത്? ബനു ഇസ്രായേലിൽ ദോഷങ്ങൾ കൂടുകയും ചില നബിമാരെ വധിക്കുകയും ചെയ്തപ്പോഴാണ്. അടുത്തത് സുലൈമാൻ നബി അലൈഹിസ്സലാം അല്ലാഹു തആല അധീനപ്പെടുത്തി കൊടുത്തു.
എന്തെല്ലാം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു താല അധീനപ്പെടുത്തി കൊടുത്തത് എന്തൊക്കെയായിരുന്നു? പക്ഷികളെയും വന്യജീവികളെയും മനുഷ്യരെയും ജിന്നുകളെയും പിശാചുക്കളെയും കാറ്റിനെയും ഒക്കെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു താല അധീനപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കാൻ വന്നത് യഹ്യ അലൈഹി ഇസ്ലാമിൻ്റെ രക്തസാക്ഷിത്വമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ആ പാഠത്തിൽ പറഞ്ഞതുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അതുപോലെ ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയെക്കുറിച്ചിട്ടും അത് രണ്ടുമാണ് 5 വരിയിൽ കുറയാതെ എഴുതാൻ വന്നത്. അപ്പോൾ അത് ആ പാഠത്തു നിന്ന് മനസ്സിലാക്കി എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനത് ക്വസ്റ്റ്യൻ പേപ്പർ പോസ്റ്റ് ചെയ്യാതെ വോയിസ് ആയിട്ട് വിടുന്നത് മലയാളം അറിയാത്ത ഒരുപാട് പേര് സെർച്ച് ചെയ്യുന്നുണ്ട് കർണാടകയിലുള്ള. അപ്പോൾ അവർക്ക് എൻ്റെ വോയിസ് കേട്ടാലും മനസ്സിലാവുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വായിച്ച് വോയിസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.